നമുക്ക് ഈ യൂറോപ്പ് പാക്കേജിന്റെ കേസിൽ വിവിധ തരം പാക്കേജ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. 2 ലക്ഷം, 1.5 ലക്ഷം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏത് തരം പാക്കേജുകളായിരിക്കും നമുക്ക് കുറച്ചും കൂടി വേർത്ത് ആയിട്ട് തോന്നുന്നത്? സാറിന്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് പറയാം. ഇൻസ്റ്റയും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എടുത്താൽ അനേകം പ്രോഗ്രാംസ് ഉണ്ട് യൂറോപ്പിന്റെ. ഇതിലേത് നല്ലതെന്ന് വേണമെങ്കിൽ ആരാണോ യാത്ര ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് ഒരു ഐറ്റിനറി സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ യൂറോപ്പ് പാക്കേജ് എടുക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് പോലെ ഉള്ള പാക്കേജുകൾ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രോഗ്രാംസാണ്. കുറെ രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ കൺട്രി മാത്രമല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി അതിൽ ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്നു, കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഓരോ സ്ഥലത്തും അതിന്റെ കൊട്ടേഷൻ എടുത്തിട്ട് എന്തൊക്കെ അതിൽ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അത് നോക്കിയിട്ടല്ലേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു TV ആയാലും ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും നമ്മൾ ഒരു വർഷം ഒന്ന് വാങ്ങിക്കുന്നു, അത് യൂസ് ചെയ്യുന്നു, പിന്നെ വേറൊരു ബ്രാൻഡ് ആയിരിക്കും വാങ്ങിക്കുന്നത്. സോ നമുക്ക് അവിടെ കമ്പാരിസൺ പോസിബിൾ ആണ്. പക്ഷെ ടൂറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. യൂറോപ്പ് ഒരു പ്രാവശ്യം മാത്രമേ, അല്ലെ, മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരാൾ ഒരു പ്രാവശ്യം മാത്രമേ യൂറോപ്പ് ട്രാവൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ നമ്മുടെ പാക്കേജുകളിൽ 1.5 ലക്ഷം, 2 ലക്ഷം അങ്ങനെയുള്ള പ്രോഗ്രാംസിന് ഇപ്പൊ ഞാൻ കണ്ടു 7 ഡേയ്സിന്റെ ഒരു പ്രോഗ്രാം, 7 ദിവസത്തിന്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. 10 മണിക്കൂർ അങ്ങോട്ട് ഫ്ലൈ ചെയ്യണം, 10 മണിക്കൂർ തിരിച്ചും ഫ്ലൈ ചെയ്യണം, 20 മണിക്കൂർ ഫ്ലൈ ചെയ്ത് പോകേണ്ട ഒരു ഡെസ്റ്റിനേഷനിലേക്ക് 7 ദിവസം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് എത്ര ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കാഴ്ചകൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റിനറിയിൽ നമുക്ക് എത്ര സമയം സൈറ്റ് സീയിങ് സ്പോട്ടിലൊക്കെ നിൽക്കാൻ പറ്റും, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യണം. നമ്മളൊരു 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് പോകുന്ന ട്രിപ്പ് ആണെങ്കിൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ ബജറ്റ് ഇല്ല, നമ്മൾക്കിപ്പോ ഒരു 2 ലക്ഷം ബജറ്റ് ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പോയിട്ട് ഒരു 7 ദിവസത്തെ യാത്ര എടുക്കുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ഒരു സജഷനാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്ത വർഷം പോകൂ, ഒരു 50,000 കൂടെ കൂട്ടിയിട്ട് നല്ലൊരു പ്രോഗ്രാം എടുത്ത് അടുത്ത വർഷം പോകും. അല്ല നമ്മൾ വെറുതെ ഒരു ഐഫൽ ടവർ കണ്ടു, കുറച്ച് സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞ് കണ്ടു, കുറെ ഫോട്ടോസ് എടുത്തു, തിരിച്ചു വന്നു എന്ന് പറയുന്നതിൽ അത്യാവശ്യം നമ്മൾ ഇത്രയും മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ബോധവും കൂടെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതൊന്നും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റിനറി ആയിട്ട് തോന്നുന്നില്ല. കമ്പയർ ചെയ്യുക, നിങ്ങൾ പഠിക്കുക നല്ല പോലെ, അതിനുശേഷം മാത്രം ഒരു ബെസ്റ്റ് യൂറോപ്യൻ ടൂർ പ്ലാൻ ചെയ്യാം.